റീസെന്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി, റീൽസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ഭരിക്കുന്ന ഒരു ഗാനമാണ് ഞാനോ രാവോ ഇരുള് നീന്തി വന്നു എന്ന ഗാനല്ലേ. 2018 മുരളി ഗോപി തിരക്കഥ എഴുതി രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത് റിലീസായ ഒരു ദിലീപ് നമിത പ്രമോദ് ചിത്രമാണിത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീതം പകർന്നിട്ടുള്ളത്. വളരെ മെൽറ്റിംഗ് ആയ ഒരു ശബ്ദമാധുര്യം കൊണ്ട് ഈ ഗാനത്തെ അതിമനോഹരമായിട്ട് ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ ശേഷാദ്രിയും ദിവ്യ എസ് മേനോനുമാണ്. ഈ ഗാനം നെഞ്ചിലേറ്റാത്ത ഒരു മലയാളി ഉണ്ടാകില്ല അല്ലെ. ഇന്ന് മാർച്ച് 20 മലയാളി സംഗീത ആസ്വാദകർക്ക് ഒരുപിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച ഹരിചരൺ ശേഷാദ്രിയുടെ ജന്മദിനം. പഴകുന്തോറും വീര്യം കൂടുന്ന ശബ്ദമാധുര്യത്തിനുടമയാണ് ഹരിചരൺ. 1989 മാർച്ച് 20 ചെന്നൈയിൽ നിന്നുള്ള തമിഴ് സംഗീത കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ PS ഗണപതി 60കളിലെ ആലാപന എന്ന പേരിൽ മൈക്കില്ലാത്ത കർണാടക സംഗീത കച്ചേരികളുടെ സംഘാടകനായിരുന്നു. മുത്തശ്ശി അലമേലു ഗണപതി ഗണിതശാസ്ത്രത്തില് ദേശീയ അവാർഡ് ജേതാവുമാണ്. 35 വർഷത്തിലേറെയായി അക്കാഡമിക് മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പിതാവ് G ശേഷാദ്രി ആകാശവാണിയിലൂടെ ഒരു കലാകാരനും ബാങ്ക് ജീവനക്കാരനുമാണ്. അമ്മ ലത PS സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ലൈബ്രറിയനുമാണ്. 7 വയസ്സുള്ളപ്പോഴാണ് സേതു മഹാദേവന്റെ കീഴിലും പിന്നീട് KV നാരായണസ്വാമി, TM പ്രഭാവതി, PS നാരായണസ്വാമി തുടങ്ങിയ പ്രമുഖരിൽ നിന്നും ഹരിചരൺ കർണാടക സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. 17 വയസ്സുള്ളപ്പോൾ തന്നെ ജോഷുവ ശ്രീധറിന്റെ സംഗീതത്തില് കാതൽ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം തന്റെ ആദ്യ തമിഴ് ചലച്ചിത്ര ഗാനം റെക്കോർഡ് ചെയ്തത്. തുടർന്ന് തന്റെ സിനിമയില് 3 ഗാനങ്ങൾ റെക്കോർഡും ചെയ്തു. 2005 ദേശീയ ചലച്ചിത്ര അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ഉനക്കേന ഇരുപ്പൻ എന്ന ഗാനം വ്യാപകമായിട്ട് പ്രചാരത്തിലായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും 2010 റിലീസ് ചെയ്ത പയ്യെ എന്ന ചിത്രത്തിനായി യുവൻ ശങ്കർ രാജ സംവിധാനം നൽകിയ തുള്ളി തുള്ളി എന്ന ഗാനം ആലപിച്ചതിന് ശേഷമാണ് അദ്ദേഹം കുറച്ചുകൂടി ജനപ്രിയനായത്. N ലിംഗസ്വാമി സംവിധാനം ചെയ്ത് 2010 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പയ്യ. തമന്നയും കാർത്തിയുമാണ് ചിത്രത്തിൽ നായികന്മാരായി എത്തിയത്. ഈ ചിത്രത്തിലെ പാട്ടുകൾ ഇന്നും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. തുള്ളിത്തുള്ളി എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും സംഗീതാസ്വാദകർക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ്. കൂടാതെ പൂക്കളെ സെറ്റു ഓയിവിടുങ്ങൾ, അയ്യയ്യോ ആനന്ദമേ, ആരിരു ആരാരിരു എന്നീ പാട്ടുകൾക്ക് പിന്നാറ്റിലെ പോയിട്ടില്ലാത്തവർ വളരെ ചുരുക്കം തന്നെയായിരിക്കും അല്ലെ. മലയാളത്തിലേക്ക് 2010 ശേഷം ഒട്ടനവധി ഗാനങ്ങളാണ് അദ്ദേഹം ശബ്ദം നൽകിയിട്ടുള്ളത്. എന്നാൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് ഗാനങ്ങളുണ്ട്. 2012 സജിൻ രാഘവൻ സംവിധാനം ചെയ്ത പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലെ കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകിയ മൊഴികളും മൗനങ്ങളും എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ട് രാത്രി ഹെഡ്സെറ്റ് വെച്ച് ഈ ഒരു സോങ് കേട്ടാൽ ഉള്ള കാമുകിമാരെയും ഇല്ലാത്ത കാമുകിമാരെയും സ്വപ്നം കണ്ടുറങ്ങുന്ന പല തലമുറക്കാരും നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെയാണ് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടൽ എന്ന മൂവിയിലെ വാതിലിൽ ആ വാതിലിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. അന്നോളം ആരും പറയാത്തൊരു പ്രണയ കഥയായിരുന്നു അത്. കടലിനുള്ളിലെ മുത്തും പവിഴവും പറഞ്ഞു തരുന്ന ഒരു കഥ പോലൊരെണ്ണം. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ വല്യുപ്പ കൊച്ചുമകനോട് തന്റെ നല്ല പാതിയെ സ്വന്തമാക്കിയതിനെ കുറിച്ച് പറയുന്ന കഥ ആ സിനിമ കണ്ടിറങ്ങിയവരുടെ ഉള്ളിലെല്ലാം അന്നേ പതിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ആ പാട്ടും. ആ പ്രണയത്തിന്റെ ആഴവും സൗന്ദര്യവും ആത്മാവും അലിഞ്ഞു ചേർന്നപ്പോൾ പിറന്ന പാട്ട്. അഞ്ജലി മേനോൻ എഴുതി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഉസ്താദ് ഹോട്ടൽ. റഫീഖ് അഹമ്മദ് എഴുതിയ മനോഹരമായ പ്രണയ ഗാനത്തിന് നെഞ്ചു പറിച്ചെടുക്കുന്ന ഈണം ഒരുക്കിയത് ഗോപി സുന്ദറായിരുന്നു. ഈ സംഗീത സംവിധായകന്റെ കരിയറിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. പ്രണയാർദ്രമായ സ്വരത്തിൽ പാടിയത് ഹരിചരണും. താളത്തിൽ തുടങ്ങി പിന്നെ അങ്ങ് വേഗത്തിൽ പാഞ്ഞ് ഇടയ്ക്ക് വീണ്ടും മന്ദഹാസമായിട്ട് മാറുന്ന ഒരു ഈണം തന്നെയാണിത്. സത്യം പറഞ്ഞാൽ എളുപ്പത്തിൽ ആർക്കും പാടാനാകാത്ത ഗാനമാണെങ്കിലും ചെഞ്ചുണ്ടിലുണ്ട് ഈ പാട്ട് പലപ്പോഴും. പാട്ടിന്റെ വരികളും ഈണവും ആലാപനവും പോലെ തന്നെ ഓർക്കസ്ട്രയും കേൾവിയെ കീഴ്പ്പെടുത്തിയ ഒരു ഗാനമായിരുന്നു അത്. ബാൻഡുകളുടെയും വാദ്യോപകരണങ്ങളുടെയും വിദഗ്ധരുടെയും പ്രിയ താളമായി അവ മാറി. രുചിയോറും അന്നമൊരുക്കുന്നവന് കരിമഷി പടർന്ന കണ്ണുള്ളവൾക്കുമിടയിൽ തമ്മിൽ ഒരൊറ്റ രാത്രി കൊണ്ട് വിടുന്ന പ്രണയത്തിന്റെ കഥ പറയുന്ന പാട്ട് ഹൃദയത്തിൽ ഇന്നും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കല്യാണത്തിന് പാചകമൊരുക്കുവാൻ പോയവൻ മണവാട്ടിയെ വിവാഹം കഴിച്ച കഥ അതിശയമായിരുന്നു അല്ലെ. ഇങ്ങനെയും ഒരു ഒന്നു ചേരലോ എന്ന് ചിന്തിച്ചപ്പോഴും നോട്ടങ്ങളിലൂടെ അവർ കൈമാറിയ സ്നേഹം കാണുമ്പോൾ ആ അവിശ്വസനീയത എങ്ങോ മാഞ്ഞുപോയി. അതേ എഴുത്തിനും പറച്ചിലിനും വിശേഷങ്ങൾക്കും അപ്പുറമുള്ള എന്തോ ഒന്നാണ്, ഒരു വിസ്മയമാണ് പ്രണയമെന്ന് ഒന്നുകൂടി നമ്മളോട് പറയുന്നു. ജന്മാന്തരം നീളുന്നതാണ് പ്രണയമെന്നും അവർക്കിടയിലെ സ്നേഹത്തിന്റെ ആഴമളക്കാൻ ഭൂമിയിലെ ഒരു വസ്തുവിനും സാധ്യമല്ല എന്നും. അതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഒരു കിങ്ങിണിക്കാറ്റ് എന്ന ഗാനവും ദുൽഖർ നായകനായി എത്തിയ പട്ടം പോലെ എന്ന ചിത്രത്തിലെ പ്രണയം മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു പാട്ട്, മഴയുടെയും പ്രണയത്തിന്റെയും സംഗീതാനുഭവമാകുന്ന ഗാനം കണ്ണടച്ചിരുന്ന് കേട്ടാല് കരളിലണിയാം,
വാനം തൂവുന്ന പ്രണയ തൂമഴയുടെ പൂങ്കുളിര്. 2013 മികച്ച 5 മലയാള സിനിമാ ചലച്ചിത്ര ഗാനങ്ങളിൽ ഒന്നായി ഒരു ദിനപത്രത്തിന്റെ വാർഷിക വിലയിരുത്തലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനം. മലയാളത്തിലെ മുതിർന്ന ഛായാഗ്രഹകരിൽ ഒരാളായ അഴകപ്പൻ ആദ്യമായി സംവിധാനം ചെയ്ത പട്ടം പോലെ എന്ന ചിത്രത്തിലേതാണ് ഹരിചരണും മൃദുല വാര്യരും ചേർന്ന് ആലപിച്ച ഈ ഒരു ഗാനം. സന്തോഷ് വർമ്മ രചിച്ച പാട്ടിന് സംഗീതം ഒരുക്കിയത് എം ജയചന്ദ്രനായിരുന്നു. മഴ എന്ന് പറയുന്നത് തന്നെ ഒരു അനുഭവമാണ് അല്ലെ. സിനിമയില് മഴ ബിംബമായും കഥാപാത്രമായും കടന്നു വരുമ്പോൾ പ്രണയവും വിരഹവും മഴയോടൊപ്പം പെയ്തിറങ്ങുമ്പോൾ പ്രേക്ഷക മനസ്സിൽ വികാരങ്ങൾ പേമാരിയായിട്ട് മാറും. ശരിക്കും പറഞ്ഞൊരു വല്ലാത്ത അഡിക്ഷൻ തന്നെയാണ് ഈ ഒരു സോങ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം. നമ്മുടെ മനസ്സിനെ എങ്ങോട്ടൊക്കെയോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഈ ഒരു പ്രണയഗാനം. ഈ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റു ചില ഗാനങ്ങൾ കൂടിയുണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലെ കണ്ണാടി വാതിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു പാട്ട് 11 വർഷങ്ങൾക്ക് ശേഷവും ആസ്വദിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. റഫീഖ് അഹമ്മദും രാഹുൽ രാജും ഹരിചരണും കോറസും എല്ലാം ചേർന്നൊരുക്കിയ അതിസുന്ദര ഗാനമാണിത്. ഇതേപോലുള്ള എത്ര ഗാനങ്ങളാണ് ഹരിചരൺ മലയാള മണ്ണിന് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് അല്ലെ. ഈ തട്ടിൽ തന്നെ വെക്കാവുന്ന ചില ഗാനങ്ങളാണ് യോബിന്റെ പുസ്തകത്തിലെ രാവ എന്ന് തുടങ്ങുന്ന ഗാനവും, കസിൻസ് എന്ന ചിത്രത്തിലെ നീയൻ വെണ്ണില, സ്റ്റൈൽ എന്ന ചിത്രത്തിലെ ചെന്താമര ചുണ്ടിൽ, മുദ്ഗവ് എന്ന ചിത്രത്തിലെ തൂമിന്നൽ തൂവൽ, ഹാപ്പി വെഡിങ് എന്ന മൂവിയിലെ ഓരോ നോക്കിൽ, അതുപോലെ തന്നെ ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിലെ ഒഴുകി ഒഴുകി, അബ്രഹാമിന്റെ സന്തതികളിലെ മുല്ലപ്പൂവിതലോ, തൃശൂർ പൂരം എന്ന ചിത്രത്തിലെ സഖിയെ എന്നിങ്ങനെ പോകുന്നു ഹരിചരൺ എന്ന പാട്ടുകാരന്റെ മലയാളത്തിലെ ടോപ്പ് ഹിറ്റ് പ്രണയ ഗാനങ്ങൾ. ഏതൊരാളെയും പ്രണയത്തിന്റെ താഴ്വരയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ശബ്ദത്തിനുടമ തന്നെയാണ് ഹരിഹരൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഗാനങ്ങളിലൂടെയും. പ്രധാനമായിട്ടും തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ സംഗീതത്തിലും സിനിമയിലുമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സിനിമകളിലും ആൽബങ്ങളിലുമായിട്ട് 2000ഓളം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. 2005 ദേശീയ ചലച്ചിത്ര അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ഉനക്കെന്ന ഇരുപ്പേൻ എന്ന ഗാനം ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ദക്ഷിണേന്ത്യയിലുടനീളമുള്ള വിവിധ സംഗീത സംവിധായകർക്കായി നിരവധി ഹിറ്റ് നമ്പറുകൾ റെക്കോർഡ് ചെയ്തു. പ്രധാനമായിട്ടും തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഭാഷകളിൽ. യുവൻ ശങ്കർ രാജയുടെ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഗായകരിൽ ഒരാളാണ് ഹരിചരൺ. ഇനിയും ഇതേപോലുള്ള ഒട്ടനവധി മികച്ച ഗാനങ്ങൾ സംഗീത പ്രേമികൾക്ക് നൽകാനായി അദ്ദേഹത്തിന് കഴിയട്ടെ.